4 മണിയോടെ റിസപ്ഷൻ ആരംഭിച്ചു. ആവണിയുടെ കണ്ണുകൾ ഓരോ നിമിഷവും അഖിലേഷിനെ തിരഞ്ഞു. ഒടുവിൽ അവൾ കണ്ടു അവർക്ക് നേരെ കയ്യിലൊരു ഗിഫ്റ്റുമായി നടന്നു വരുന്ന അഖിലേഷിനെ. അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ആവണിയുടെ ഹൃദയത്തിൽ പെരുമ്പറ മുഴങ്ങി. വലിഞ്ഞു മുറുകി അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൾക്ക് പന്തിയേട് തോന്നി. അഖിലേഷ് തന്റെ അമ്മയെ വിളിച്ച് വിവരങ്ങൾ തിരക്കി കാണുമെന്ന് അവൾ ഊഹിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ അവൾ കർച്ചീഫ് കൊണ്ട് ഒപ്പിയെടുത്തു. നടന്നു വന്ന അഖിലേഷ് മുന്നിൽ നിരത്തിയിട്ടിരുന്ന കസേരകളിലൊന്നിൽ ഇരിപ്പുറപ്പിച്ചു. ബന്ധുജനങ്ങളും പരിചയക്കാരുമായി ഒട്ടേറെ ആളുകൾ വന്നുപോയി. വരുന്നവർ സ്റ്റേജിൽ കയറി നവദമ്പതികളോടൊപ്പം ഫോട്ടോ എടുത്തും ഗിഫ്റ്റുകൾ നൽകി ആശംസകൾ അറിയിച്ച് പോയിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ മനസ്സില്ലാ മനസ്സോടെ നെഞ്ചു കത്തുന്ന വേദനയിലും ആവണി ചിരിച്ചു നിന്നു. ഇടയ്ക്കിടെ അവളുടെ നോട്ടം അഖിലേഷിന്റെ നേർക്ക് പാഞ്ഞു. അവനെ കാണുമ്പോഴൊക്കെ അവളുടെ ഉള്ളം തുടിച്ചു. ആർത്തിരമ്പി വരുന്ന കണ്ണീർ തടഞ്ഞു വെക്കാൻ ആവണി നന്നേ പാടുപെട്ടു. അഖിലേഷ് അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അഖിലേഷിന്റെ മൗനം ആവണിയിൽ ഭയം ജനിപ്പിച്ചു. ഇടയ്ക്കിടെ അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. വിഷാദം കലർന്നൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. പക്ഷേ അഖിലേഷിന്റെ മുഖം കടുപ്പത്തിലായിരുന്നു. അവൻ അവൾ നോക്കിയെന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. ആവണിക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ഉള്ളിൽ തിങ്ങി വന്ന വീർപ്പുമുട്ടൽ അവളിൽ അസ്വസ്ഥത ഉളവാക്കി. കുറച്ച് സമയം അവരെ നോക്കിയിരുന്ന ശേഷം അഖിലേഷ് പതിയെ എഴുന്നേറ്റു. അത് കണ്ടപ്പോൾ തന്നെ ആവണിയിൽ ഒരു വിറയൽ പടർന്നു. അടിവയറ്റിൽ നിന്നൊരു തീകോളം നെഞ്ചിലേക്ക് ഉരുണ്ടു കയറുന്ന പോലെ അവൾക്ക് തോന്നി. ഒരു തരം മരവിപ്പോടെ അവൾ സ്റ്റേജിലേക്ക് കയറി വരുന്ന അഖിലേഷിനെ തന്നെ നോക്കി നിന്നു. അവരുടെ അടുത്തേക്ക് വന്ന അഖിലേഷ് സുധീഷിന്റെ നേർക്ക് വലതുകരം നീട്ടി പറഞ്ഞു, ഹായ്, ഐ എം അഖിലേഷ്. നെഞ്ചിരിപ്പോടെ അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആവണിയെ നോക്കിയ ശേഷം ചെറുചിരിയോടെ സുധീഷ് അഖിലേഷിനെ നീട്ടിയ വലതു കൈയിൽ പിടിച്ച് കുലുക്കി. താങ്ക് യു അഖിലേഷ്. ശേഷം അഖിലേഷ് ആവണിക്ക് നേരെ കൈനീട്ടി. വിറയലോടെ അവൾ അവന്റെ കരം ഗ്രഹിച്ചു. അവളുടെ കൈകൾ തണുത്ത് മരവിച്ചിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. പെട്ടെന്ന് അഖിലേഷ് നോട്ടം മാറ്റിക്കളഞ്ഞു. ഒരു വേള അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൾ ശ്രദ്ധിച്ചു. കൊണ്ടുവന്ന ഗിഫ്റ്റ് അഖിലേഷ് ആവണിയുടെ നേർക്ക് നീട്ടി. ഇത് നിനക്ക് നമ്മുടെ വിവാഹത്തിന് തരാനായിട്ട് വാങ്ങിവെച്ചതാ. ഇനി ഞാനിത് സൂക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. അഖിലേഷ് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചൂടെ? ഇടറിയ സ്വരത്തിൽ അവൾ ചോദിച്ചു. അറിയേണ്ടതെല്ലാം നിന്റെ അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ആവണി. എന്തായാലും എന്നെ ചതിച്ചുകൊണ്ട് നീ മറ്റൊരു തന്നെ വിവാഹം ചെയ്തു. ഇനി ഒരു ഏറ്റുപറച്ചിലിന്റെ ആവശ്യമില്ലല്ലോ. എന്നോട് സംസാരിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന് നീ തന്നെ നല്ല സുധീഷം കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഇനി നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. അഖിലേഷ് തന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ആവണിക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നി. രണ്ടുപേർക്കും വിവാഹമംഗളാശംസകൾ നേർന്ന് സുധീഷിനെ ഒന്ന് കെട്ടിപ്പിടിച്ച ശേഷം അഖിലേഷ് അവിടെ നിന്ന് ഇറങ്ങി. അഖിലേഷ് കണ്ണിൽ നിന്ന് മറയുന്നവരെ ആവണി അവനെ തന്നെ നോക്കി നിന്നു. ഒരിക്കലെങ്കിലും അവനൊന്ന് തിരിഞ്ഞു നോക്കുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. വിജയഭാവത്തോടെ സുധീഷ് ആവണിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട നിരാശ അവനിൽ ആനന്ദമുളവാക്കി. ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അഖിലേഷ് തന്റെ കാറിന്റെ അരികിലേക്ക് ചെന്നു. എത്രയും പെട്ടെന്ന് അവിടുന്ന് മടങ്ങിപ്പോകണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അത്രയും നേരം തടഞ്ഞു വെച്ച കണ്ണുനീർ അനുസരണയില്ലാതെ പെയ്തു തുടങ്ങിയിരുന്നു. റിസപ്ഷന് കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയാണ് എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയത്. വന്നപാടെ ആവണി മുകളിലേക്ക് ഓടി. അഖിലേഷ് നൽകിയ വിവാഹ സമ്മാനം അവൾ പ്രത്യേകം മാറ്റിവെച്ചിരുന്നു. റൂമിലെത്തിയ ഉടനെ അവളത് പൊളിച്ചു നോക്കി. അവൾക്ക് ഏറെ പ്രിയമുള്ള കടുനീല നിറത്തുള്ള കാഞ്ചീപുരം പട്ടുസാരിയായിരുന്നു അതിൽ. കൂടെ അവൾക്കായി അവൻ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരുന്ന 2 സ്വർണ്ണവളകളും. അവളത് നെഞ്ചോട് ചേർത്ത് കുറേ നേരം പൊട്ടി പൊട്ടി കരഞ്ഞു. അവൾ ബെഡിലേക്ക് സാരി നിവർത്തിയിട്ടു. അപ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ആരായി മടക്കിയൊരു കടലാസ് ബെഡിലേക്ക് വീണത്. ആകാംക്ഷയോടെ അവനതെടുത്തു. ആ സമയത്താണ് ഡോർ വന്ന് സുധീഷ് അകത്തേക്ക് കയറി വന്ന്. ആവണി വേഗം കടലാസ് ബെഡിനടിയിലേക്ക് തിരികെ കയറ്റി. കരഞ്ഞു കറങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന ആവണിയെയും ബെഡിൽ നിവർത്തിട്ടിരിക്കുന്ന സാരിയിലേക്ക് അവൻ നോക്കി. അഖിലേഷ് നൽകിയ വിവാഹ സമ്മാനമാണ് ആ കിടക്കുന്നതെന്ന് അവൻ ഊഹിച്ചു. മതിയാക്കാറായില്ലേ നിന്റെ ഈ നശിച്ച കരച്ചിലും പിടിച്ചിലും? ഇനി അവന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടൊരു പ്രയോജനമല്ല. സുധീഷിന് നല്ല ദേഷ്യം വന്നു. ബെഡിൽ കിടന്ന സാരി എടുത്ത് അവൻ മുറിയുടെ ഒരു കോണിലേക്ക് വലിച്ചെറിഞ്ഞു. ആവണി ചാടി എഴുന്നേറ്റു. ഇനി ഇതും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാനാണോ ഭാവം? ഉച്ചത്തോടെ അവൻ ചോദിച്ചു. എന്നെ വേദനിപ്പിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. സുധീഷ് പിന്നെയൊന്നും പറഞ്ഞില്ല. അവൾ ഓടിപ്പോയി സാരി കയ്യിലെടുത്തു. ആവണി വേഗം തന്നെ അത് മടക്കി അലമാരയിൽ കൊണ്ടുവച്ചു. വളകളും അവൾ അതിനൊപ്പം ഭദ്രമായി വെച്ചു. ശേഷം അലമാരയിൽ നിന്നൊരു ചുരിദാർ എടുത്തുകൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് പോയി. ആവണി കുളിച്ച് ഫ്രഷായി വരുമ്പോൾ സുധീഷ് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വരുന്ന കണ്ടപ്പോൾ അവൻ ലാപ്ടോപ്പ് മടക്കി വെച്ച് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. ആവണി വേഗം ബെഡിനടിയിൽ നിന്ന് അഖിലേഷ് നൽകിയ ലെറ്റർ എടുത്തു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ തുറന്നു. അവന്റെ വടിവത്ത അക്ഷരങ്ങളിലൂടെ അവളുടെ മിഴികൾ പാഞ്ഞു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത്. ഇപ്പോഴും അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനത് തമാശയായിട്ടാണ് കണ്ടത്. എന്നാൽ സംഗതി സത്യമാണെന്ന് ബോധ്യമായപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആവണി. ഞാനൊന്ന് ട്രെയിനിങ് പോയി മടങ്ങി വന്ന കാലയളവിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു കഴിഞ്ഞു. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. ദൈവത്തിൻ്റെ വിധി മാറ്റാൻ മനുഷ്യന് കഴിയില്ലല്ലോ. സത്യാവസ്ഥ അറിയാൻ ഞാൻ നിന്റെ അമ്മയെ വിളിച്ചിരുന്നു. കാര്യങ്ങൾ അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നിന്നോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കത്തെഴുതി ഇതോടൊപ്പം വെച്ചത്. അച്ഛൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയ്ക്ക് നീ സമ്മതം പറഞ്ഞുവെന്ന് അമ്മ പറഞ്ഞറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി ആവണി. എന്താ ഇതിനിടയിൽ ഉണ്ടായത്? അമ്മക്ക് കൂടുതലൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ വഴക്കായി പിണങ്ങിയെന്നും നീ അമ്മയെ ധിക്കരി സംസാരിച്ചെന്നൊക്കെ അറിഞ്ഞു. എന്തു പ്രശ്നമായിരുന്നെങ്കിലും നിനക്ക് ഞാൻ വരുന്നവരൊന്ന് കാത്തു നിൽക്കാമായിരുന്നു.
അതിനു മുമ്പ് നീ അവർ കണ്ടെത്തിയ പയ്യനെ വിവാഹം കഴിച്ചു പോയി. ഒത്തിരി വിഷമമുണ്ടാവണി. സത്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റുന്നില്ല. നിന്റെ അമ്മ നിന്നെ ഇപ്പോൾ ഒരുപാട് വെറുക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടപ്പോൾ സഹിച്ചില്ല. അത്രയ്ക്ക് എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും നിന്നെ ഒരിക്കലും വെറുക്കില്ല ആവണി. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇനിയും ഒരുപാട് എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിയുന്നില്ല. സുധീഷ് നല്ല പയ്യനാ, നിനക്ക് ചേരും. എന്തായാലും ഇനി മുന്നോട്ടുള്ള ജീവിതം നന്നായി വരട്ടെ. രണ്ടാളും സന്തോഷത്തോടെ ജീവിതം കണ്ടാൽ മതി. എനിക്ക് നിന്റെ ജീവിതത്തിലൊരു പ്രശ്നമായിട്ട് ഒരിക്കലും ഞാൻ കടന്നു വരില്ല ആവണി. എൻ്റെ പ്രാർത്ഥനയിൽ നീ എന്നും ഉണ്ടാവും. ഒത്തിരി സ്നേഹത്തോടെ, അഖിലേഷ്. അവൻ്റെ കണ്ണുനീർ വീണുടങ്ങിയ പാടുകൾ അവൾ കണ്ടു. പലയിടത്തും മഷി പടർന്നു പിടിച്ചിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് നീർക്കണങ്ങൾ ഇറ്റു വീണു. ആവണിയുടെ കയ്യിൽ നിന്ന് ആ കടലാസ് കഷ്ണം വിറകൊണ്ടു. അവൻ്റെ അക്ഷരങ്ങളെ ചുണ്ടോട് ചേർത്ത് അവൾ ചുംബിച്ച്. ആവണി ആ കത്ത് അലമാരയിൽ തൻ്റെ ഡ്രസ്സുകൾക്കിടയിൽ തിരികെ വെച്ച് ശേഷം ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ആട്ടുകെട്ടിലേക്ക് അവൾ ഇരുന്നു. തണുത്ത കാറ്റ് അവളെ തഴുകി കടന്നുപോയി. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറന്നു. ആകാശത്തപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്നു. തുള്ളിക്കൊരു കുടം കണക്കെ മഴ പെയ്തു തുടങ്ങി. ആർത്തിരമ്പി പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവൾ ഇരുന്നു. ആ മഴ തനിക്ക് വേണ്ടി പെയ്യുന്ന പോലെ അവൾക്ക് തോന്നി. കുറേ നേരം ആവണിയായി ഇരിപ്പ് തുടർന്നു. സുധീഷ് വന്ന് വിളിച്ചപ്പോഴാണ് ആവണി അവിടുന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് വന്നത്. ലൈറ്റ് അണച്ച് ഇരുവരും കിടന്നു. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഉറക്കം വരാഞ്ഞിട്ടും ആവണി കണ്ണുകൾ അടച്ച് കിടന്നു. അഖിലേഷിൻ്റെ അവസ്ഥയും അതുപോലെയായിരുന്നു. ആവണിമത്ത് ഒരുപാട് നല്ല നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അസ്വസ്ഥമായ മനസ്സോടെ അഖിലേഷ് ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. 6 മണിയായപ്പോൾ ആവണി ഉണർന്നു. സുധീഷ് നല്ല ഉറക്കമായിരുന്നു. അവൾ കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു. ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. ആവണി കിച്ചണിലേക്ക് ചെന്നപ്പോൾ അവിടെ സുധീഷിൻ്റെ അമ്മ ഗീതയുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ എണീറ്റോ മോളെ? ആ, നേരത്തെ ഉണർന്നമ്മേ. അമ്മ ഇന്ന് നേരത്തെ എണീക്കുമോ? ഞാൻ 6 മണിക്ക് എണീക്കാറ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കി വെക്കും. 7 മണിയാകുമ്പോൾ അത് വരും. ഇവിടുത്തെ ജോലിക്കാരിയാ. ബാക്കി പണിയൊക്കെ അവൾ നോക്കിക്കൊള്ളും. 10 മണിക്ക് ഞാനും ഏട്ടനും കൂടെ കമ്പനിയിലേക്ക് പോകും. ഏത് കമ്പനി? ആവണി മനസ്സിലാകാതെ ചോദിച്ചു. ഞങ്ങളുടെ കമ്പനിയിലേക്ക്. അച്ഛനും നമുക്ക് ബിസിനസ്സാണോ? അതെ. മോൾക്കൊന്നും അറിയില്ലേ? സുധി ഒന്നും പറഞ്ഞു തന്നില്ലേ? ഇല്ലമ്മേ, സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. അത് ശരിയാണല്ലോ. ഏതായാലും ഒരാഴ്ച അവനോട് കമ്പനിയിലേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവൾ അവരെ ജോലി സഹായിച്ചു നിന്നു. ഒരാഴ്ച കടന്നുപോയി. വിവാഹം കൂടാമെന്ന ബന്ധുക്കളെല്ലാവരും പോയി കഴിഞ്ഞു. വീട് ശാന്തമായി. സുധീഷ് ആവണി തമ്മിൽ അധികം സംസാരമൊന്നും ഉണ്ടായില്ല. ഒരാഴ്ച അവൻ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് കാര്യമായിട്ട് അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാവിലെ കുളി കഴിഞ്ഞ് പാലക്കലിൽ നിന്ന് തലകുർത്തിക്കൊണ്ടിരുന്ന ആവണി ഗണേശൻ കൊച്ചൻ ബൈക്കിൽ വരുന്ന കണ്ടത്. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച ശേഷം അയാൾ വീടിനുള്ളിലേക്ക് കയറി പോകുന്ന അവൾ കണ്ടു. പതിവില്ലാതെ അയാൾ അവിടെ കണ്ടപ്പോൾ ആവണിയുടെ ഉള്ളിൽ നാനാവിധ സംശയങ്ങൾ ഉടലെടുത്തു. എന്തായാലും തന്നെ കാണാൻ വേണ്ടിയല്ല അയാൾ അത്ര രാവിലെ വന്നെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആവണി വേഗം താഴേക്ക് നടന്നു. താഴെ ഹാളിനോട് ചേർന്ന വലതുവശത്തെ ഓഫീസ് മുറിയിൽ നിന്നും അവർ ഗണേശന്റെ ശബ്ദം കേട്ടു. വിറകാലുകളോടെ ആവണി അവിടേക്ക് ചുവടുകൾ വെച്ചു. അകത്ത് നടക്കുന്ന സംഭാഷണം എന്താണെന്നറിയാൻ അവൾ കാതു കൂർപ്പിച്ചു. 25 ലക്ഷം രൂപയുണ്ട്. വിവാഹം നടന്നോടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു. നന്ദിയുണ്ട് മേഡം, വിനീതനായി അയാൾ പറഞ്ഞു. അകത്തുനിന്ന് ഒഴുകിയെത്തിയ സ്ത്രീസ്വരം അവൾ ഞെട്ടിച്ച്. മുറിയിൽ നിന്ന് പുറത്തു വന്ന ഗണേശൻ ആവണിയെ കണ്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടി. പിന്നാലെ വന്ന സുധീഷിന്റെ അമ്മ ഗീതയും ആവണിയെ കണ്ടു. സുധീഷിന്റെ അമ്മയുടെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഗണേശൻ പോയിക്കോളൂ, സുധീഷിന്റെ അമ്മ പറഞ്ഞു. അവരെ നോക്കിയ ശേഷം അയാൾ വേഗം പുറത്തേക്ക് നടന്നു. എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? ചതിയായിരുന്നല്ലേ? വിട്ടുമാറാത്ത നടുക്കത്തോടെ അവൾ ചോദിച്ചു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവരുടെ മറുപടി. അതേടി, ചതി തന്നെയാ. കാശ് കൊടുത്ത് നിന്നെ വാങ്ങിയതാ ഞാൻ. അവരുടെ ഭാവമാറ്റം കണ്ട് ആവണി നടുക്കി. പാഞ്ഞു വന്ന ഗീത അവരുടെ മുടിക്കുതിൽ പിടുത്തമിട്ടു. ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കായിരുന്നടി ഞാൻ. എല്ലാവരും ചേർന്ന് ചതിക്കായിരുന്നല്ലേ എന്നെ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നിങ്ങളോട്? ആവണി കരഞ്ഞുപോയി. നിനക്കത് അറിയണമല്ലേ? സുധീഷിന്റെ അമ്മ വലതുകരം വീശി അവിടെ കരനെ താഞ്ഞടിച്ചു. ആവണി വട്ടം കറങ്ങി നിലത്ത് വീണു. ഹാളിലെ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് ഗീത അവൾ അടിമുടി വീക്ഷിച്ചു. നിലത്ത് വീണ ആവണി പതിയെ എഴുന്നേറ്റു. എന്തിനായിരുന്നു എന്നോട് ഈ ചതി ചെയ്തത്? ദുർബലമായ സ്വരത്തിൽ അവൾ ചോദിച്ചു. ഗീതയുടെ ചുണ്ടിലൊരു മന്ദഹാസം വിരിഞ്ഞു. കണ്ണുകളിൽ പകയുടെ കനലുകൾ എരിഞ്ഞു. ശ്രീനിയേട്ടൻ. സുധീഷിന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ആവണി അതിശക്തമായി ഞെട്ടി. അച്ഛൻ? എൻ്റെ അച്ഛനോ? അതേടി, എൻ്റെ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റിയത്? ആരും ഉപദ്രവിക്കാത്തൊരു പാവായിരുന്നു എൻ്റെ അച്ഛൻ. ഇന്ന് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെ നിന്റെ അച്ഛനുള്ള എൻ്റെ അടങ്ങാത്ത പകയാ, കിതച്ചുകൊണ്ട് അവർ പറഞ്ഞു. അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ അച്ഛൻ നിങ്ങളോട് ചെയ്ത്? ആവണിക്ക് ക്ഷമയിട്ടു. ഗീതയുടെ ഓർമ്മകൾ ഒരുപാട് പിന്നിലേക്ക് സഞ്ചരിച്ചു. ചെറുപ്പം തൊട്ടേ ശ്രീനേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സാധാരണ ആണുങ്ങളാണ് ഇഷ്ടം പറഞ്ഞ് പെണ്ണുങ്ങളുടെ പിറകെ നടക്കുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ തിരിച്ചായിരുന്നു സംഭവിച്ചത്. എന്നെ നിരന്തരം അവഗണിച്ച ശ്രീനേട്ടനോടായിരുന്നു. ശ്രീനേട്ടനെന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു എനിക്ക്. എന്നെങ്കിലും എൻ്റെ ഇഷ്ടം അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ മോഹിച്ചു. ഒരു ദിവസം ഞാൻ അറിഞ്ഞു നിന്റെ അച്ഛൻ നിന്റെ അമ്മയായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്ന്. എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്നു ശ്രീനേട്ടൻ്റെ അച്ഛൻ. അങ്ങനെ അതുവഴി ഏത് വിധേനയും നിന്റെ അച്ഛനെ സ്വന്തമാക്കി ഞാൻ തീരുമാനിച്ചു. കാശ് കൊടുത്ത് എൻ്റെ അച്ഛൻ ശ്രീനേട്ടൻ്റെ വീട്ടുകാരെ വിലക്കെടുത്തു. പക്ഷേ ഉദ്ദേശിച്ച പോലൊന്നും നടന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശ്രീനേട്ടൻ കുറേ ബഹളുണ്ടാക്കി. വീട്ടുകാരായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇറങ്ങിപ്പോയി. ശ്രീനേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനെ എന്നെയും കുറേ അപമാനിച്ചു.
ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് നാണം കെട്ടി ചെറുതായി അയാളുടെ മുമ്പിൽ. പിന്നീട് അറിഞ്ഞു ശ്രീനിയേട്ടൻ സൗഭാഗ്യ വിവാഹം കഴിച്ചതും മാറി താമസിക്കാൻ തുടങ്ങിയതും. അന്ന് തകർന്നു പോയി ഞാൻ. എൻ്റെ ആത്മാർത്ഥ സ്നേഹം നിരസിച്ചതിന് ഒരു കാരണവും പറയാനില്ലായിരുന്നു എൻ്റെ അച്ഛന്. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു പട്ടിയെ പോലെ പിന്നാലെ നടന്നല്ലേ ഞാൻ. എന്നിട്ട് എന്നെ ആട്ടി പായിച്ചു. ആവണിയെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ അത് കണ്ടിൽ നടിക്കില്ലായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവായിരുന്നു എൻ്റെ അച്ഛൻ. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് കണ്ണു മഞ്ഞളിച്ച നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം എന്താണെന്ന് പോലും അറിയില്ല. അത് പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ല. എൻ്റെ അച്ഛനെ കാശെറിഞ്ഞ് വിലക്ക് വാങ്ങിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്. ആത്മാർത്ഥ പ്രണയം ഒരിക്കലും നശിക്കില്ല. ഹൃദയം കൊടുത്ത് സ്നേഹിച്ച വ്യക്തിയെ ഒരു തരത്തിൽ ആർക്കും ദ്രോഹിക്കാൻ തോന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത അതല്ലല്ലോ. എൻ്റെ അമ്മ അച്ഛനെ സ്നേഹിച്ച ഹൃദയം കൊണ്ടാണ്. അമ്മയുടെ മനസ്സിൽ ഇന്നും അച്ഛൻ ജീവിക്കുന്നുണ്ട്. ആവണി അക്ഷോഭ്യയായി. ഉടനെ സുധീഷിൻ്റെ അമ്മ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പാഞ്ഞു വന്ന അവർ ആവണിയുടെ കഴുത്തിൽ പിടുത്തമിട്ടു. എന്നെ ഉപദേശിക്കാൻ മാത്രം വളർന്നോടി നീ പറഞ്ഞത് ശരിയാ. പണത്തിന്റെ അഹങ്കാരം തന്നെയാടി. ഒരു ഗതിയിലായിരുന്നു നിന്റെ അച്ഛൻ്റെ ഫാമിലിയെ ഈ നിലക്കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാ. പണം കൊടുത്ത് എന്തും വാങ്ങിക്കാം, പക്ഷെ മനുഷ്യന്റെ മനസ്സ് വാങ്ങാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ നിങ്ങൾ ഒഴിവാക്കിയെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയാ. ആവണി പറഞ്ഞു. നിന്റെ ഈ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്. നിന്റെ അച്ഛനോടുള്ള പ്രതികാരം നിന്നോട് തീർക്കും ഞാൻ. ഇനി നിന്റെ കഷ്ടകാലമാണ് ആവണി. നിന്നെ കൊല്ലാതെ കൊല്ലും ഞാൻ. ആവണി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവരവിടെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. ആവണി ശ്വാസം വലിച്ചു വിട്ടു. പ്രതികാരം വീട്ടാൻ വേണ്ടി നിങ്ങൾ നശിപ്പിച്ച നിങ്ങളുടെ മകന്റെ കുടുംബജീവൻ തന്നെയാണ്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് നിങ്ങളുടെ മകന്റെ ജീവിതം വെച്ചാൽ കളിച്ചത്. എൻ്റെ മകന്റെ മക്കളെ പ്രസവിച്ച് അവൻ്റെയും ഇവിടുത്തെയും കാര്യങ്ങൾ നോക്കി ഒരു അടിമയായി കഴിയേണ്ടി വരുന്ന നിനക്ക് ഇനി നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത എന്നൊന്നും ഉണ്ടാവില്ല ആവണി. അടിമ ജീവിതമായിരിക്കും നിനക്കിവിടെ. പുറമേ ഒരാൾ പോലും ഇത് അറിയില്ല. നിന്റെ നാവിൽ നിന്ന് ഇക്കാര്യം മറ്റൊരാൾ അറിയില്ല. വിജയഭാത്തോട് അവർ പറഞ്ഞു. എൻ്റെ പട്ടി കഴിയും നിങ്ങളുടെ അടിമയായിട്ട്. സത്യങ്ങളിൽ അഖിലേഷിനോട് ഞാൻ തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിനൊപ്പം ഇറങ്ങിപ്പോവും. നിങ്ങളുടെ ആട്ടുന്നുപ്പ് സഹിച്ച് കടിക്കേണ്ട ഗതിയൊന്നും എനിക്കില്ല. എനിക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞാൽ അഖിലേഷ് ഏട്ടനോട് ക്ഷമിക്കും. അത് ഉറപ്പെനിക്ക്. അതൊരിക്കലും നടക്കാൻ പോണില്ല മോളെ. നിന്റെ അച്ഛനെ തള്ളിക്കളഞ്ഞ് അവളെ കെട്ടിയപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഒരാക്സിഡന്റ് ഉണ്ടാക്കി നിന്റെ അച്ഛനെ തളർത്തി കിടത്തിയത് ഞാൻ തന്നെയാണ്. എനിക്ക് കിട്ടാത്ത അവൾക്കും അനുഭവിക്കാൻ യോഗം ഉണ്ടാവരുതെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അതുകൊണ്ട് തന്നെയാ ശ്രീനിയേട്ടനെ കിടപ്പിലാക്കിയതും. എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ അവനോടൊപ്പം ഇറങ്ങിപ്പോയാ അമ്മയുടെ ഗതി തന്നെയാവും മോൾക്കും. അവൻ ആരോഗ്യത്തോടെ കാണണമെങ്കിൽ മോൾ ആ മോഹങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചേക്ക്. നിനക്ക് അവനായിട്ടുള്ള അടുപ്പെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടി നിന്നെ കൊടുക്കാൻ ഞാൻ വലവിരിച്ചത്. ഇവിടെ കഴിഞ്ഞു പോയാൽ നിനക്ക് തണ്ടും തടി ആരോഗ്യമുള്ള ഭർത്താവുകളുണ്ടെന്ന് അവകാശപ്പെടാം. നിന്റെ മറ്റവൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയാ പിന്നെ അവന് രണ്ടു കാലം നേർന്നു നിൽക്കാനാവത് അടിച്ചിടും ഞാൻ. അത് വേണ്ടെങ്കിൽ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ നിന്നോ. ഈ സമയം അവനെന്തെങ്കിലും പറ്റിയ അഖിലേഷിന്റെ ജോലി വരെ പോകുമ്പോളെ. ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലേ നീ മനസ്സ് വെച്ചാൽ അവനൊരു പോറൽ പോലും ഉണ്ടാവില്ല. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ആവണി നടുങ്ങിത്തെരിച്ച് നിന്നു. നിങ്ങൾക്കൊരു സ്ത്രീയാണോ? ഇത്രയും വൃത്തിയായിട്ട് ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനെയും അമ്മയും ദ്രോഹിച്ച് മതിയാവാതെ ഇപ്പം നിങ്ങൾ എന്നെയും വെറുതെ വിട്ടില്ല. നിങ്ങളുടെ ഒടുക്കത്തൊരു പ്രതികാരം. ഞാൻ കാരണം അഖിലേഷിനൊന്നും സംഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് അടിമയെ പോലെ ഞാൻ കഴിഞ്ഞോളാം. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. ആവണി ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി നിലത്തിരുന്നു. അങ്ങനെ വഴിക്കുക. എൻ്റെ കണക്കൂട്ടലുകളൊന്നും ഇതുവരെ പഴിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന പുറത്തൊരു മനുഷ്യൻ പോലും അറിയരുത്. അവന് വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ചിന്ത വേരോടെ നുള്ളിക്കളഞ്ഞേക്ക്. എവിടെ പോയാലും എൻ്റെ കയ്യിൽ നിന്ന് നിനക്കും അവനോ രക്ഷയില്ല. അതുകൊണ്ട് നിന്റെ അഖിലേഷായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാണണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ അടങ്ങി കിടന്നോണം. ഗീതേ, നീ എന്ത് ദ്രോഹ കൊച്ചിനോട് കാണിക്കുന്നത്? ഇനിയും നിന്റെ പക അടങ്ങിയില്ലേ? പിന്നിലെല്ലാം കേട്ടുകൊണ്ടെന്ന സുധീഷിന്റെ അച്ഛൻ സുരേന്ദ്രൻ ചോദിച്ചു. ഗീത അയാൾ തറപ്പിച്ച് നോക്കി. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ആയോ നിങ്ങൾ? അടങ്ങി ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്കും കൊള്ളാം. ഇല്ലെങ്കിൽ ഭർത്താവാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. ആ അധികാരം കാണിച്ച് എൻ്റെ അടുത്ത് വരരുത്. എന്നെ അറിയാലോ നിങ്ങൾക്ക്. ഗീത അയാളെ താക്കീത് ചെയ്തു. മുഖത്ത് അടിയേറ്റതുപോലെയായി സുരേന്ദ്രൻ. അയാൾ പിന്നെയൊന്നും മിണ്ടിയില്ല. ഗീത ആവണിക്ക് നേരെ തിരിഞ്ഞു. ഇന്ന് മുതൽ ഇവിടുത്തെ സർവൻറ്റ് വരില്ല. ഞാൻ അവളെ പിരിച്ചുവിട്ടു. ഇനി ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തു തീർക്കേണ്ട നിന്റെ ജോലിയാ. മനസ്സിലായല്ലോ നിനക്ക്? നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ബാക്കി വഴിയെ തരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല, ഓർത്തു വെച്ചോ. എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നീ വിവരം അറിയും. ആവണി അവരുടെ മുഖത്തേക്ക് നോക്കി സമ്മതമെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവളെ തറപ്പിച്ച് നോക്കിയ ശേഷം അവർ കരുതുള്ളി അകത്തേക്ക് കയറിപ്പോയി. കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൊഴുത്തി ആവണി വിങ്ങിക്കരഞ്ഞു. സുരേന്ദ്രൻ അവിടെ അടുത്തേക്ക് വന്നു. മോളെ. അയാൾ അവളുടെ ശിരസിൽ കൈവച്ചു. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. അച്ഛ, എന്നെ എല്ലാവരും കൂടി ചതിക്കായിരുന്നു അല്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇതിലൊരു പങ്കുമില്ല. മോളുടെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. വർഷങ്ങളായി അവളോടൊപ്പം അടിമ ജീവിതം നയിക്കുക ഞാൻ. കുടുംബം തകരാതിരിക്കാൻ വേണ്ടി എല്ലാം സഹിക്കുന്നതാ മോളെ. നട്ടലില്ലാത്തവരെന്ന് മോൾക്കൊരു പക്ഷേ തോന്നുമായിരിക്കും. ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കണ്ടേ? എൻ്റെ മോള് വിഷമിക്കണ്ട, അച്ഛനുണ്ട് കൂടെ. ആവണി അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സുരേന്ദ്രൻ അവൾ ചേർത്ത് പിടിച്ചു. അയാളിൽ അവൾ സ്വന്തം അച്ഛനെ കണ്ടു. ആ ചേർത്ത് പിടിക്കലിൽ എന്തൊന്നില്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക്. അച്ഛൻ്റെ ഉള്ളിൽ നന്മയുടെ ഒരു കാണിക്ക് പോലും സുധിയേട്ടനെ ഇല്ലാതെ പോയല്ലോ അച്ഛ. എൻ്റെ മോനൊരു പാവായിരുന്നു മോളെ. അവനെ ലാളിച്ച് വഷളാക്കിയത് അമ്മ തന്നെയാ. അച്ഛൻ എങ്ങനെ ഇവരെ സഹിക്കുന്നു? പ്രാരാബ്ദം കൊണ്ട് താലി കെട്ടിപ്പോയി. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് ഇവളുടെ അച്ഛൻ കാരണ.
ആ കടപ്പാടിലൊരു അടിമയെപ്പോലെ കഴിയേണ്ട ഗതികേടായി പോയി മോളെ. അവർക്ക് ആവശ്യം അങ്ങനെ ഒരാളെ ആയിരുന്നു. മകളുടെ വാക്കിനപ്പുറം പോവാത്ത ഒരു പെങ്കോന്തം ഭർത്താവ്. അതിലവളുടെ വീട്ടുകാർ വിജയിച്ചു. ശ്രീനിവാസൻ, മോളുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ വാർത്തയറിഞ്ഞ് ആ വാശിക്ക് ഗീതയായിട്ട് എൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് നടത്തി. നന്മ ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ജന്മ അവൾ. ഒരു ദയ അവളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മോളെ. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ദൈവം കാണിച്ചു തരും മോളെ. സമാധാനിക്കും, എല്ലാം ശരിയാവും.